വയനാട്ടിൽ രാഹുൽ മത്സരിക്കാൻ എത്തുന്നതോടെ വയനാട് ദേശീയ ശ്രദ്ധയിലേക്ക് ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ വയനാട്ടിൽ പ്രമുഖരെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ഇരു പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയും CPMും അടക്കമുള്ള പാർട്ടികൾ നല്ല ഒരു മുഖത്തെ വയനാട്ടിൽ നിർത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഭാഗമായി വയനാട് സീറ്റ് NDA BDJSനാണ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ മത്സരിച്ചേക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വയനാട്ടിൽ മത്സരിച്ചാൽ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിച്ചാൽ വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയരും. എന്തെങ്കിലും ഒരു ചെറിയ നേട്ടം അവിടെ ഉണ്ടാക്കാനായാൽ അത് ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥിക്ക് വലിയ ഗുണമുണ്ടാകും എന്ന വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്ന സൂചനകൾ വരുന്നത്. അഥവാ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയരും. മോദിയുടെയും BJP നേതാക്കളുടെയും എല്ലാം പിന്തുണ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകും. അടുത്ത രാജ്യസഭയിൽ എന്തായാലും തോറ്റാലും ജയിച്ചാലും തുഷാർ വെള്ളാപ്പള്ളി രാജ്യസഭയിലേക്ക് പോകും എന്നുള്ള ഒരു സൂചനകൾ നേരത്തെ തന്നെ വന്നതാണ്. ഇത്തരത്തിൽ ഒരു നീക്കം കൂടി ഉണ്ടായാൽ അത് തുഷാറിന് ഗുണം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. രാഹുലിനെതിരെ മത്സരിച്ച് ദേശീയ ശ്രദ്ധ ആകർഷിച്ചാൽ തുഷാറിന് മന്ത്രിസ്ഥാനം വരെയുള്ള കാര്യങ്ങൾ മോദി നൽകും എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വയനാട് ഒരു ഗ്ലാമർ മണ്ഡലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടെ വയനാടിന് ഒരു ഗ്ലാമർ പരിവേഷം ലഭിക്കും. ഇത്തരത്തിൽ രാഹുലിനെതിരെ മത്സരിക്കുന്ന എല്ലാവരും ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് BDJSന്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിയെ അവിടെ പ്രതിഷ്ഠിക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എന്നാൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഥവാ തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിച്ചാൽ ഗുണങ്ങൾ ഏറെയുണ്ട് എന്ന വിലയിരുത്തലാണ് വരുന്നത്.